സാറ് എന്ത് വന്നാലും കുഞ്ഞിനെ ഞങ്ങളെ വിട്ടു തരികയല്ല. അവക്ക് കുഞ്ഞിനോടൊന്നും ഒരു സ്നേഹവും ഇല്ല. സാറേ, ഇത് ഞങ്ങളെ തോപ്പിക്കാൻ വേണ്ടി മാത്രമാ. കുഞ്ഞു വീണട തന്നെയല്ലേ? മോളെ അകത്തേക്ക് ചെല്ല. സാർ, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വീണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വൈകാരികത പറ്റില്ല. നിയമം അനുശാസിക്കുന്നത് ചെയ്തില്ലേ പറ്റൂ. നാളെ നിങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെയും കൊണ്ട് സ്റ്റേഷനിലൊന്ന് വരണം. വീണയെ വിളിപ്പിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഒരു തീരുമാനത്തിലെത്തണം. എന്ത് തീരുമാനം എടുക്കണേ സാറേ? സാറേ, ഞങ്ങൾ എന്തായാലും കുഞ്ഞിനെ വിട്ടുകൊടുക്കുകയല്ല. നിങ്ങളോട് വാശി പിടിക്കേണ്ട കാര്യം എനിക്കില്ല. മിസ്റ്റർ ഹരിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. കുഞ്ഞിന്റെ അച്ഛൻ വേറെയാ, അമ്മ വീണൻ. സോ നിങ്ങൾ 3 പേരിൽ ഒരാൾക്ക് കുഞ്ഞിന് അവകാശം ഉണ്ടെങ്കിൽ അത് വീണയ്ക്ക് മാത്രം. നാളെ രാവിലെ ഒരു 11 മണിക്ക് സ്റ്റേഷനിൽ എത്തിക്കണം. ഓക്കെ? സാറേ, അതെ, ഞാൻ ഒച്ച എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ സാറ് ദയവായിട്ട് ക്ഷമിക്കണം. സാറേ, അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാ. കുഞ്ഞിനെ അവൾ പ്രസവിച്ചതാ. പക്ഷേ ആ നിമിഷം മുതല് അവളൊന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് പോലും ഇല്ല ആ കുഞ്ഞിനെ. എന്തിന്? ഒരു പാല് പോലും കൊടുത്തിട്ടില്ല. കുപ്പിപ്പാലും കൈ കൊടുത്തിട്ട് അതിനെ നെഞ്ചിലേറ്റി നടന്നതും അവളെ ഓർക്കിയതൊക്കെ ഈ നിൽക്കുന്ന ഇവനാ. ഹരി, തനിക്കും എനിക്ക് സംഭവിച്ചത് ഒരേ കാര്യമാണ്. കൺമുന്നിൽ ഒരു കുഞ്ഞു കിടന്ന് കരയും. അതിന്റെ അടുത്ത് ചെന്ന് വാരിയെടുത്തു, ഊട്ടി വലുതാക്കി കൂടെ കൊണ്ടു നടന്നു. എന്നിട്ട് ഒരു ദിവസം അവകാശം പറഞ്ഞ ആളെത്തുമ്പോ നമ്മളോടൊക്കെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ അവകാശമൊന്ന്? ദാമ്പത്യോ, ഞാനും പോവാ. ഹരി, ഹരിക്ക് കരയണമെങ്കിൽ കരഞ്ഞോളൂ. എന്റെ മുന്നിൽ നാണക്കേടൊന്നും തോന്നണ്ട. ആണുങ്ങൾ കരുത്തന്മാരല്ലേടോ? കാരിരുമ്പിന്റെ മനസ്സുമായിട്ട് നടക്കുന്നവര് കരയാൻ പാടുണ്ടോ? ഇനിയിപ്പോ നാളെ പോലീസ് സ്റ്റേഷൻ വരെ പോകുന്നത് വരെയുള്ളൂ സമയം. കല്യാണിയാണെങ്കിൽ 100 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതിനൊക്കെ മറുപടി പറയാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹരി, ഒരു പക്ഷെ അവളെ നോക്കുന്നൊരമ്മയായിരുന്നെങ്കിൽ, അവളെ സ്നേഹിക്കുന്നൊരമ്മയായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു പോയനെ. പക്ഷെ ഇത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് നിത്യാമ്മ എപ്പോഴും നിത്യാമ്മയുടെ അടുത്ത് വന്നിരിക്കണമെന്ന്. നിത്യാമ്മയെ ഭക്ഷണം കഴിപ്പിക്കണം, മരുന്ന് കഴിപ്പിക്കണം എന്നൊക്കെ. പക്ഷെ നിത്യാമ്മ കരയുന്നു വിചാരിച്ചിട്ട് ഞാൻ വരാഞ്ഞതാ. അതൊന്നും സാരല്ല കല്യാണി മോളെ. ഇപ്പൊ നിത്യാമ്മ കരയുന്നുണ്ടോ? ഇല്ലല്ലോ.
ആദ്യ പോയ പോലെ ഞാൻ പോയാ നിത്യാമ്മയ്ക്ക് വിഷമാവോ? അതിന് കല്യാണിമോൾ എവിടെ പോവാനാ? കല്യാണി ഇപ്പോഴും അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ? എനിക്കറിയില്ല നിത്യാമ്മേ. പോലീസുകാര് വന്നത് മുതല് അച്ഛനും അപ്പൂപ്പനൊക്കെ വിഷമത്തില. അവരെന്നെ പിടിച്ചോണ്ട് പോവോ? അങ്ങനെയൊക്കെ പിടിച്ചോണ്ട് പോവാൻ പറ്റുമോ? അതിനൊന്നും പോലീസുകാർക്ക് അധികാരമില്ല. അവര് അച്ഛനെ വിളിച്ച് കാര്യം ചോദിക്കും. എന്നിട്ട് അച്ഛന്റെ കൂടെ തന്നെ കല്യാണി മോളെ വിടുകയും ചെയ്യും. ഉറപ്പല്ലേ? ഉറപ്പ്. മോള് ധൈര്യമായിട്ടിരുന്നു. നിത്യാമ്മയെ ആദ്യം വിളിച്ചിരുന്നോ? ഇല്ല മോളെ. അതെന്താ വിളിക്കാനേ? ഒന്നുമില്ല, വിളിച്ചില്ല അത്ര തന്നെ. മോള് അച്ഛനോട് എപ്പോഴും നന്നായിട്ട് പെരുമാറണം കേട്ടോ. മോളെ വഴക്ക് പറഞ്ഞാൽ പോലും ഉള്ളില് ദേഷ്യമൊന്നും തോന്നാൻ പാടില്ല. മോൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അച്ഛൻ. അതൊക്കെ അറിയോ?